എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 PSC ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? 1.25 കോടി മലയാളികൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം കാൺപൂരാണ്. നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഫിലാഡൽഫിയ. രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തതേത്? ചക്രവാതമാണ് പ്രാദേശികവാദം അല്ലാത്തത്. ചിനൂക്ക്, ലൂ, ഹർമാറ്റണൊക്കെ പ്രാദേശികവാദമാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ സി ആണ്. ഇതാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഈ ശിലയെ പ്രാഥമിക ശില എന്നാണ് വിളിക്കുന്നത്. ആഗ്നേയശിലയെ. ഈ ശിലയ്ക്കൊരു ഉദാഹരണമാണ് ബസാൾട്ട്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തുമെല്ലാം രൂപപ്പെടുന്നുണ്ട്. എന്താണ് ക്ലിഫ്? ക്ലിഫ് എന്നാൽ എന്താണ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതാണ്? ടെറായി ആണ് കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. അതിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞത്. കുറ്റ്യാടി കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ശബരിഗിരി പത്തനംതിട്ടയിലാണ്. ഷോളയാർ തൃശ്ശൂർ ജില്ലയിലാണ്. കല്ലട കൊല്ലം ജില്ലയിലാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. സമീപകാലത്ത് ആ ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ബി ശബരിഗിരി പത്തനംതിട്ട എന്നാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ് വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 13ൻ്റെ ആൻസർ ഡി ആണ്. 2ഉം 3ഉം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നതും. 2ഉം ശരിയാണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 14ൻ്റെ ആൻസർ സി ആണ്. 1 and 3. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം കൂടാതെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇതായിരുന്നു ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത്. സമത്വത്തിൽ അടിയുറച്ചതായിരിക്കണം, കൂടാതെ സ്വയം പര്യാപ്തതയും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം അദ്ദേഹത്തിൻ്റെതാണ്. അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്. ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം അതാണ് തെറ്റായ ജോഡി. താഴെ തന്നിട്ടുള്ളതിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യമാണ്. പത്മ സുബ്രഹ്മണ്യം. നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ബി ആണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1 and 2. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അത് 2ഉം ശരിയാണ്.
ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം എന്നതാണ് ചോദ്യം. 18ൻ്റെ ആൻസർ ബി ആണ്. 1, 2 and 3. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായ്, ചരൺ സിംഗ് ഇവരെല്ലാം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. അത് ശരിയാണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ്. അത് രണ്ടും ശരിയാണ്. 19ൻ്റെ ആൻസർ എ ആണ്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇങ്ങനെ പറയുന്നത്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശരി. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അതെല്ലാം ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? PK തുങ്കൻ കമ്മിറ്റിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് 3ഉം 4ഉം വരുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതെല്ലാം വരും? 1ഉം 2ഉം വരും. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമവും വരും. 4-ാം അധ്യായത്തിൽ വരാത്തത് സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിലിൽ തുല്യ അവസരവുമാണ്. (2024) ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സി വിജിൽ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. 1 and 2 എന്നിവ ശരിയാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജം. സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷി, മത്സ്യബന്ധനം. ബാങ്കിങ് വരുന്നത് എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജ്ജു ആണ്. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് ആരാണ്? കിരൺ റിജ്ജു. 27ൻ്റെ ആൻസർ എന്താണ്? ബി ആണ്. 2ഉം 3ഉം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഡി ആണ്. എല്ലാം ശരിയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. അഴിമതി നിയന്ത്രിക്കുന്നത്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സുതാര്യമാക്കുക. ഇതെല്ലാം വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യമാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 ആണ്. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9 ആണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ.
പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ എന്നതാണ് ക്വസ്റ്റ്യൻ. 34ൻ്റെ ആൻസർ ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. പൾപ്പ് ക്യാവിറ്റി എന്നാൽ പല്ലിൻ്റെ ഏറ്റവും ആന്തരമായ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. സിമൻ്റ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ്. ഇതിൽ ഇനാമലും ഡെൻഡൈനും നേരെ തിരിച്ചാണ് കൊടുത്തത്. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം അല്ലേ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ. വൈറ്റമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 36ൻ്റെ ആൻസർ എന്താണ്? 2 മാത്രമാണ്. എലിപ്പനി, ലെപ്റ്റോസ്പൈറ, അതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം ആണ്. അമൃതം ആരോഗ്യമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? രണ്ടാമത്തെയാണ്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയൊക്കെ ജനിതക രോഗമാണ്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 39ൻ്റെ ആൻസർ എ ആണ്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് യൂഫോട്ടിക് മേഖല. അതാണ് ശരിയായത്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് യൂഫോട്ടിക് മേഖല. ലോക പരിസ്ഥിതി ദിനത്തിൽ 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? 40ൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ സൗദി അറേബ്യയാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ 5 CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? 41ൻ്റെ ആൻസർ എ ആണ്. ഇതാണ് നൈജീരിയയാണ്. മെൻ 5 CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം പഠിച്ചു വെക്കണം. ഓപ്ഷൻ എ ആണ്, പക്ഷേ നൈജീരിയ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തര പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? സെക്കൻഡ്. മീറ്റർ, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എല്ലാം ഒരേ, ഇതൊക്കെ ദൂരം അളക്കാനുള്ള യൂണിറ്റ്സ് ആണ്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. 44ൻ്റെ ആൻസർ എന്താണ്? എ ആണ്. -8 സെൻറ്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? മുംബൈ. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? ആൻസർ കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആൻസർ എ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10 ആണ്. ഡാഷ് ഉൽപ്പന്നത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ആൻസർ ബി ആണ്. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ആൻസർ ബോയിൽ നിയമം. അക്വേറിയത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം വർദ്ധിക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമമാണ്. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും അല്ലേ? അപ്പോൾ വോളിയം കൂടും. അതാണ് PV. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബോയിൽസ് നിയമം. പത്രപ്രവർത്തനത്തിൻ്റെ
പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ സി, കാക്കനാട്. മികച്ച സിനിമാ നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? PJ ആൻ്റണി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? എ ആണ് ആൻസർ, ഒന്ന് മാത്രം. മാർക്ക് ചെയ്തരം മാറിപ്പോയതാണ്, ഒന്ന് മാത്രം ആണ് ശരിയായത്. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? EV രാമകൃഷ്ണൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 56 ആൻസർ ബി ആണ്, 1ഉം 2ഉം ശരിയാണ്. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി, ഓർത്ത് വെക്കണം കേട്ടോ. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? ജയ്പാൽ സിംഗ്. ഇങ്ങനെയുള്ള ഫാക്ട്സൊക്കെ എന്തായാലും ഓർത്ത് വെക്കണം. ഇതൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഫാക്ട്സാണ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ഓപ്ഷൻ ഡി. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൂട്ടറാണ്. ഒരു LAN ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. IT ആക്ട് പ്രകാരം ഇന്ത്യയിൽ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി CERT, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനർ. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിക്കുന്നത് ആരെയാണ്? പോക്സോ നിയമപ്രകാരം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം? ഒരു തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സെർവൻറ്റ്സ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതു മാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. ഗാർഹിക അതിക്രമണത്തിനിരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാകണം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 6. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150. അടുത്തത് മാത്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ കൂടി നോക്കാം. Modern technology makes it easier than ever to eavesdrop on electronic communication. Find the option that is closest in the meaning. Eavesdropൻ്റെ closest meaning എന്താണ് വരുന്നത്? D.
to listen secretly to private conversation. Do you remember the passenger dash travel yesterday without a ticket? Suitable relative pronoun ഏതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഹൂ ആണ്. ഹൂ. ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഹു ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ് എന്നാണ് പറയേണ്ടത്. മാർട്ടിൻ ate the dash amount of shawarma at the party, preferring to snack on vegetable. സൂപ്പർലേറ്റീവ് ഫോം ഇവിടെ ഏതാണ് വരുന്നത്? ലീസ്റ്റ്. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. Identify the meaning of idiom. An arm and a leg എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സ്പെൻസീവ്. Which one of the following words is an example of കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റ് ഓഫ് വേർബ് ആഡ്വേർബ് പാറ്റേണിൽ വരുന്നത് ഏതാണ്? ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് ത്രൂ വേർബ് ആഡ്വേർബ് പാറ്റേണിൽ വരുന്നതാണ് ബ്രേക്ക് ത്രൂ. The dash of the royal family still preserve their tradition and cultural heritage. ആൻസർ എന്താ വരിക? ഡിസെൻഡൻസ്. ബി ആണ് ഓപ്ഷൻ. ഡിസെൻഡൻസിൻ്റെ സ്പെല്ലിംഗ് നോട്ട് ചെയ്യണേ. This cloth used to fade when washed. Use the most suitable question tag. Didn't this. സോറി കേട്ടോ, ഡിഡിൻറ്റ് ഇറ്റ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഡി ആണ് ഓപ്ഷൻ. ഡിഡിൻറ്റ് ഇറ്റ്. ക്ലോസ് ദ വിൻഡോ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ദ പ്രിൻസിപ്പൽ ഓർഡേഴ്സ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിൻറ്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്. Fill in the blank using the most suitable collective noun from the options given. 89th ആൻസർ സി. റീം. റീം ഓഫ് പേപ്പേഴ്സ് എന്നാണ് നമ്മൾ പറയേണ്ടത്. കളക്റ്റീവ് നൗൺ ആണ് റീം ഓഫ്. The manager asked Reggie, why didn't you come to the office yesterday? The manager asked Reggie. Complete the reported speech. ഓപ്ഷൻ സി ആണ് വരിക. Why she hadn't come to the office the previous day. യെസ്റ്റർഡേ എന്ന് മാറിയത് the previous day എന്നായി മാറി. പിന്നെ ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി പാസ്റ്റിൽ യൂസ് ചെയ്ത്, അപ്പോൾ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം അല്ലേ. വിൻ പ്ലസ് തലം വിണ്ടലം. സന്ധി ഏതാണ്? വിൻ പ്ലസ് തലം വിണ്ടലം ആദേശ സന്ധിയാണ്. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? നപുംസകം ആണ്. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മഞ്ഞ്. സാമുദ്രം, വസിരം, അക്ഷീപം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സാമുദ്രം, വസിരം എന്നൊക്കെ പറഞ്ഞാൽ കടൽ തന്നെയായിരിക്കും. ശരിയല്ലാത്തത് വിപരീത പദരൂപം ഏത്? 94ൻ്റെ ആൻസർ ഡി ആണ്. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്. അണിയം, അമരം, വൃഷ്ടി, സമഷ്ടി, ആദാനം, പ്രധാനം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നവ ഏതാണ്? ഓപ്ഷൻ എ ആ, ഇ, എ. ചതയില്ലാത്തിടത്ത് കത്തി വയ്ക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. കവിയിത്രി എന്നാണ് ഇവിടെ കൊടുത്തത്. കവയിത്രി എന്നാണ് വേണ്ടത്. നേതാവ്, നേത്രി ശരിയാണ്. വിദ്വാൻ, വിദുഷി ശരിയാണ്. അപായം, ഉപായം ശരിയാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ വിപഠിഷു ആണ്. 99ൻ്റെ ആൻസർ സി ആണ്. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു. ഉത്തരം എന്താണ് വരുന്നത്? തെങ്ങാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. 2025 നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്കിത് അടുത്ത എക്സാംസുകളിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും. താങ്ക് യു.